പെട്ടെന്ന് ആൻസർ വേണം. ഇറ്റ്സ് ലൈക്ക് ഗോട്ട് ഫെയർ റൗണ്ട്. ഓക്കെ. ആട് എന്ന ജീവിയിൽ നിങ്ങൾ നിരീക്ഷിച്ച 3 കാര്യങ്ങൾ എന്താ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പെട്ടെന്ന് റാപ്പിഡ് ഫയറിലേക്ക് വെച്ചാൽ 3 കാര്യങ്ങൾ. ആടിന്റെ വലിപ്പം. അതെ, ശരിയാ. ആട് നോക്കിയ സിനിമയുടെ അതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ്, വിജയബാബുവിന്റെ ഭാഷയിൽ ഹി കോൾസ് ഇറ്റ് മാഗ്നിറ്റ്യൂഡ്. വലിയ മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു സിനിമ. പിന്നെ നമ്മളെല്ലാവരും എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് ഈ പീരിയഡ് മൂവിയുടെ ഭാഗമാകും. അതെ, പീരിയഡ് മൂവി അല്ല, ഐ മീൻ പീരിയഡ് പോർഷൻസ്, അതിന്റെ ഭാഗമാകുന്നു. പിന്നെ ഒരു ഈ മാഗ്നിറ്റ്യൂഡ് തന്നെ ഒരു ഭയങ്കര വലിപ്പമാണ്. എന്ന് വെച്ചാൽ ഒരുപാട് ആക്ടേഴ്സ്, ഇപ്പം സോ കോൾഡ് ജൂനിയർ ആക്ടേഴ്സ്, ഇവരൊക്കെ എനിക്കൊന്ന് 500ഉം 1000 ഒക്കെ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. മഴ ഭയങ്കരമായിട്ട്, ഈ മഴ വരുമ്പോഴായിരുന്നു ഏറ്റവും പ്രശ്നം. ഇത്രയും പേർക്ക് ഷെൽട്ടർ കിട്ടാണ്ടൊക്കെ വരിക. കുതിര, പിന്നെ കാള, കോഴി, ആട്, അതെ, അങ്ങനെയുള്ള കുറെ മനുഷ്യന്മാര്. നിങ്ങൾ ജീവിതത്തിൽ പരിചയപ്പെട്ടിട്ടുള്ള ഒരു ഗോട്ട് മനുഷ്യൻ ആരാണ്? ഐ മീൻ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം മനുഷ്യൻ. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോട്ട് മനുഷ്യൻ, ഒരു കിടിലൻ മനുഷ്യൻ. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് രതീഷ് എന്ന് പറഞ്ഞ, അവൻ എന്നെ സംബന്ധിച്ച് അവൻ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈംസ് ആണ്. അവൻ അത്ര സ്നേഹമാണ്. ഒരുപക്ഷെ ഞാൻ അവനെ അത്ര സ്നേഹിക്കുന്നില്ല, അതിനേക്കാളും കൂടുതൽ സ്നേഹം ആണ് അവൻ എന്നോട്. എൻ്റെ സിനിമകൾ ഹിറ്റാകുമ്പോഴത്തേക്കും എൻ്റെ അത്രയും തന്നെ സന്തോഷിക്കുന്ന ഒരാൾ. ഈ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കും നമ്മളെ കൺസോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് കാണും. പക്ഷെ നമ്മൾ സന്തോഷിക്കുമ്പോൾ നമ്മുടെ കൂടെ സന്തോഷിക്കാൻ പറ്റുന്നത് അത് അത്രയും ബ്രേവ് ഹാർട്ടായിട്ടുള്ള ആൾക്കാർക്കേ പറ്റുള്ളൂ. സോ ദിസ് ബ്രേവ് ഹാർട്ട്സ് ആർ കോൾഡ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈംസ് അക്കോർഡിംഗ് ടു മീ. സോ ഹി ഈസ് വൺ അമംഗ് ദാറ്റ്. വൺ അമംഗ് അല്ല, ഹി ഈസ് ദ ഓൺലി വൺ ഇൻ മൈ ലൈഫ് ഹു ഈസ് ഗോട്ട്. രതീഷ് നായർ. സിനിമയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മീറ്റ് ചെയ്തിട്ടുള്ളത് കമലഹാസൻ സാർ. പെട്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കുറെ പേരുണ്ട്. ഓക്കെ, നിങ്ങൾ ജീവിതത്തിൽ കേട്ടിട്ടുള്ള ഒരു ഗോട്ട് ഉപദേശം എന്താണ്? ഇല്ല, അങ്ങനെ ഒരു ഗോട്ട് ഉപദേശം എന്ന് പറയുമ്പോൾ ഒരുപാട് കിട്ടാറുണ്ട്. എന്നാൽ പോലെ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, ഇതിനകത്ത് എനിക്ക് ചേരുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ഈ പാർട്ടിയുടെ പറഞ്ഞ് എല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുത്തായിരുന്നു. അപ്പൊ ഞാനത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത്, അപ്പൊ ഒരുപാട് ചോദ്യങ്ങൾ വന്നു, ഇവനെന്തിനകത്ത് ഇവനെന്ത് ചെയ്ത്. അപ്പം ഞാൻ കാരണം ഈ സിനിമയ്ക്ക് ഒരു ബാഡ് ഉണ്ടായെന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് അത് വിഷമമായിരുന്നു. അപ്പൊ ഞാൻ മിഥുൻ ചേട്ടന് ഡയറക്റ്റ്ലി മെസ്സേജ് അയച്ചത്, ചേട്ടാ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ഇമ്പാക്ട് ഉണ്ടാവും, ഇതുണ്ടാവും, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞപ്പോൾ പുള്ളി എനിക്ക് അയച്ച റിപ്ലൈ എന്ന് പറയാം, ഒന്ന് പോയടാ. ഇതാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ ആ ഒന്ന് പോയടാ എന്ന് പറഞ്ഞതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ എടുക്കുന്ന പോലെ ഇരിക്കും. അപ്പൊ അതാണ് എനിക്ക് കിട്ടിയ ഒരു ഉപദേശവും ഒരു കരുതലും ഒരു താങ്ങും എല്ലാം അതിനകത്തുണ്ടായിരുന്നു. അതായിരുന്നു നേരത്തെ നിങ്ങൾ ആരാണ് ഒരു ഗോട്ട് എന്ന് പറഞ്ഞപ്പോ എന്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ പുള്ളിയാ. അങ്ങനെ ഗോട്ട് ഉപദേശം എന്നെ പറയാ, ഇവനെ നന്നാക്കണോന്ന് പറയുന്നതാണ് എനിക്ക് കിട്ടുന്ന ഉപദേശം. അല്ല, അങ്ങനെയല്ല. ഈ പറയുന്ന പോലെ ഇപ്പം ഫുക്രുവിന് നമ്മുടെ കൂടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ടീമിലേക്ക് വരാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സിങ്ക് ആവാനായിട്ട് ആദ്യത്തെ ഒരാഴ്ച ഉണ്ടായിരുന്നുള്ളൂ അങ്ങനത്തെ ഒരു പ്രശ്നം. മിഥുൻ ചേട്ടൻ എന്നെ പുറകെ നടന്ന് ഉപദേശിച്ചോണ്ടിരുന്നേടാ, നീ അവന്റെ ഇതിലേക്ക് അവനെ നമ്മുടെ ഇതിലേക്ക് കൊണ്ടുപോകാൻ, നമ്മുടെ ട്രാക്കിലേക്ക് പിടിച്ചിട് എന്നുകൊണ്ട് അങ്ങനെ ഡെയിലി നടന്ന് ഉപദേശിക്കുമായിരുന്നു തന്നെ. അല്ലാണ്ട് എനിക്ക് ഈ സെറ്റിൽ നിന്ന് അങ്ങനെ വലിയ ഉപദേശങ്ങൾ കിട്ടിയിട്ടില്ല. എൻ്റെ കരിയർ വൈസ് ഇപ്പം ഹരിഹരൻ സാർ തന്നൊരു ഗോട്ട് അഡ്വൈസ് ആയിരുന്നു. അതായത് ഫ്രെയിം മനസ്സിലാക്കി അഭിനയിക്കുക. വൈഡ് ഷോട്ട് ആണെങ്കിൽ അതിനനുസരിച്ച് അഭിനയിക്കണം. വളരെ ടൈറ്റായിട്ടുള്ളൊരു ഷോട്ടാണ് എടുക്കണമെങ്കിൽ അതിനനുസരിച്ച് അഭിനയിച്ചാൽ മതി. നമ്മൾ ഒരുപാട് ചെയ്യണ്ട. നമ്മൾ ഇപ്പം ഇത് പറയുമ്പോൾ ഇപ്പം പല ആൾക്കാർക്കും അറിയാം സിനിമയുടെ ഫ്രെയിംസിനെ പറ്റിയൊക്കെ. ഞാൻ വന്ന സമയം 2004 അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ആ സമയത്ത് കിട്ടിയ അഡ്വൈസ് ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഞാൻ അപ്ലൈ ചെയ്ത് തുടങ്ങി. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഡയലോഗ് കറക്റ്റായിട്ട് പറയുക. ഇവിടെ അന്ന് ഫിലിമാണല്ലോ, ഫിലിം ഓടിക്കൊണ്ടിരിക്കുക, അപ്പോൾ സൗണ്ടും ഉണ്ട്. അപ്പം എങ്ങനെയെങ്കിലും ഡയലോഗ് പറയുക എന്നുള്ളതായിരുന്നു ഒരു നല്ല ആക്ടർ എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല എന്നുള്ളത് പിന്നെ മനസ്സിലാക്കി
ഹരിയൻ സാർ അന്ന് 2-3 വർഷം മുമ്പേ തന്ന അഡ്വൈസ് പിന്നെ ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പം അതിൻ്റെ ഡിഫറൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങി. പിന്നെ പ്രൊഡക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് വിജയബാബു എന്നൊരു അഡ്വൈസ് ഉണ്ടായിരുന്നു, പ്രൊഡ്യൂസ് എപ്പോൾ ആണെങ്കിൽ ചെയ്യാം, പക്ഷേ നമ്മുടെ ആദ്യത്തെ പടം ഹിറ്റ് ആയിരിക്കണം, ഹിറ്റ് അല്ലെങ്കിൽ ആരും വകവയ്ക്കില്ല. അപ്പോൾ അതൊരു നല്ല അഡ്വൈസ് ആയിരുന്നു. ഞാൻ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തു. എനിക്ക് ഒറ്റയ്ക്ക് എന്തായാലും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം എനിക്ക് വളരെ വിശ്വാസമുള്ളൊരു പ്രൊഡ്യൂസർ തോമസ് തിരുവല്ല, പുള്ളി ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് പ്രൊഡ്യൂസറാണ്. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു ഞാൻ പാർട്ട്ണർ ആയിക്കോട്ടെ എന്ന്. അങ്ങനെ പടം സംഭവിക്കുന്നു. പടം ഓടിയില്ല, തകർന്നു ഞാൻ. അപ്പോൾ ഞാൻ പെട്ടെന്ന് വിജയുടെ വാക്കിലാണ് ഓർക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം എനിക്കൊരു പ്രൊഡക്ഷനുള്ളൊരു സ്കോപ്പ് ഇല്ല. പക്ഷെ ആട് 1-ന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇത് ഭരതനാട്യം OTT-ൽ വന്നപ്പോഴത്തേക്കും ഇതൊരു സോ കോൾഡ് ബ്ലോക്ക് ബസ്റ്റർ, OTT ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറയാവുന്ന രീതിയിൽ ഫാൻസ് ഉണ്ട്. അതെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ സെക്കൻഡ് പാർട്ട് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും എനിക്കൊരു പ്രൊഡ്യൂസർ ആകാൻ പറ്റി. സോ അത് വിജയുടെ ഒരു അഡ്വൈസ്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പം ഒരു പക്ഷേ വിജയ് ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പം ഒരു ഓപ്പർച്യൂണിറ്റി ആണ്, പിന്നെ ഒരു പടമല്ലേ ഞാൻ അല്ലെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ ഇരിക്കുന്നുള്ളൂ. എനിക്ക് മോഹം ഒരു പടം മാത്രമായിരുന്നു, ഒരു പടം നിർമ്മിക്കുക, അത് മാത്രമായിരുന്നു. അതും സിനിമ വന്നതിന് ശേഷമാണ് എനിക്ക് ആഗ്രഹം വന്നത്. അപ്പോൾ അത് ഞാൻ ഏതെങ്കിലും ഒരു പടം ചെയ്തേനെ. പക്ഷേ ഇപ്പം ഭരതനാട്യത്തിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോഴത്തേക്കും വൺ ഓഫ് ദ പ്രൊഡ്യൂസറിൽ ഞാനും ഉണ്ടെന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സാധനം എന്ന് പറഞ്ഞാൽ ജയപ്പെടുത്തുന്ന നിന്റെ ശരീരമാണ് നിന്റെ ടൂൾ. അപ്പം അത് നീ ഏറ്റവും ഭംഗിയാക്കി വയ്ക്കുക, ഏറ്റവും നന്നായിട്ടത് സൂക്ഷിക്കുക. അതാണ്. ഓക്കെ, ആട് സിനിമയ്ക്ക് വേണ്ടി പഠിച്ചൊരു സ്പെഷ്യൽ കാര്യം ഉണ്ടായിരുന്നു, അത് കുതിര, ഡെഫിനറ്റ്ലി കുതിര റൈഡാണ്. അപ്പോൾ ആട് സിനിമയുടെ സെറ്റിൽ നിന്നും നിങ്ങൾ എടുത്തുകൊണ്ട് പോയ അല്ലെങ്കിൽ നിങ്ങൾ മോഷ്ടിച്ചിട്ടുള്ള എന്തെങ്കിലും സാധനം പിന്നീട് ഉപയോഗിച്ചിട്ടുണ്ടോ? ആ മാല ആക്ച്വലി അതൊരു പണി കിട്ടിയെന്നേ. അതായത് ഇവർ പ്ലാൻ ചെയ്തിരുന്നത് പഴയ കാലഘട്ടം, നമ്മൾ പാലക്കാട് ഷൂട്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തൊടുപുഴ ഈരാറ്റുപേട്ടയിൽ പോയിട്ട് പ്രസന്റ് കാലഘട്ടം ഷൂട്ട് ചെയ്യുന്നു. അപ്പം ഞാൻ സെക്കൻഡ് ആഡിൽ യൂസ് ചെയ്ത മാല അത് ഞാൻ ഭദ്രമായിട്ട് എൻ്റെ ഓഫീസിൽ അവിടെ ഞാൻ കെട്ടിത്തൂക്കി വെച്ചു. അപ്പോൾ ഇത് മഴ പെയ്ത് ഷെഡ്യൂളാവും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇത് എന്തായാലും പാലക്കാട് നിന്ന് ഇവർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴല്ലേ പ്രസന്റ് കാലഘട്ടം എടുക്കുകയുള്ളൂ. അപ്പോൾ അത് പാലക്കാട്ടിൽ നിന്ന് ഞാൻ ഈരാറ്റുപേട്ട പോണ വഴി ഞാൻ എറണാകുളത്ത് വന്നിട്ട് ഈ മാല എടുത്തുകൊണ്ട് പോകുന്നുള്ളതായിരുന്നു എൻ്റെ കാൽക്കുലേഷൻ. പക്ഷെ പെട്ടെന്നാണ് ഇവർ പറയുന്നത്, അപ്പോൾ എൻ്റെ പാസ്റ്റ് ടൈം ലൈൻ കഴിഞ്ഞപ്പം ഇവർ പറയുന്നത് അപ്പം മറ്റന്നാൾ നമ്മൾ പ്രസന്റ് തുടങ്ങാൻ പോവാണ്, അറക്കൽ അബുവിൻ്റെ ഇൻട്രോ. അപ്പോഴാണ് മാല ഇവിടെ ആയിപ്പോയി. പിന്നെ മാല എടുക്കാനായിട്ട് ഇവിടെ വരെയും വരല് വെച്ചാൽ ഒന്നാമത് ഇവിടുത്തെ റോഡിന്റെ കണ്ടീഷൻ ഹൈവേയിലൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ വന്നില്ല. പിന്നെ പുതിയ മാല തന്നെ യൂസ് ചെയ്തു. അതെ, അതിപ്പോഴും ഓഫീസിലുണ്ട്. അപ്പം അങ്ങനെ ഇപ്പം ഞാൻ പുതിയ മാല അതും ഞാൻ എടുത്തു. അതിപ്പം എൻ്റെ ഓഫീസിലുണ്ട്. 2 മാലയായി. അതെ. ഇല്ല, ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഫിജിറ്റ് സ്പിന്നർ അല്ല, ഞാൻ 2-ൽ ഉപയോഗിച്ച എൻ്റെ ഒരു കോസ്റ്റ്യൂം ഞാൻ പറഞ്ഞ ബെൽ ബോട്ടം പാന്റ് ഷർട്ട് നമ്മുടെ ജേഴ്സി എടുത്ത് വെച്ചോണ്ട് ഓക്കെ. ആട് സെറ്റിലെ ഗോട്ട് ഫുഡി ആരാണ്? ഗോട്ട് ഫുഡി പാലക്കാടുള്ള അതുപോലെ എല്ലായിടത്തും വിളിച്ചോണ്ട് പോകും നമ്മളെ. പുള്ളി അതെ, ധർമ്മേട്ടനും അതെ. ഞാൻ ഫുഡിയാണ്, പക്ഷെ ഞാൻ അതൊന്ന് കൺട്രോളിലാണ്. സൗന്ദര്യം കൂടെ നോക്കുന്ന ആളാണ്. സ്കിൻ കെയർ ഒക്കെ ഉണ്ടോ? സ്കിൻ കെയർ ഒക്കെ പിന്നെ ചേട്ടൻ ഇതെന്താ സൈജു ഇങ്ങനെ ചോന്നിരിക്കണം? അപ്പൊ ഞാൻ പറയും ബിസ്കിയുടെ കൂടാണ്. ഓക്കെ, ആട് സെറ്റിലെ മിസ്റ്റർ കൗണ്ടർമാൻ ആരാണ്? മിസ്റ്റർ കൗണ്ടർമാൻ ജയൻ, ഓഫ് കോഴ്സ്. സ്പോട്ടിൽ ജയന്റെ ഒക്കെ നമുക്ക് പിടിച്ചേക്കാൻ പറ്റില്ല, ബിക്കോസ് ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് എപ്പോഴും എന്താണ് നാവില് ദൈവമാണെന്ന് പറയാം. വെച്ചാൽ പുള്ളിക്ക് അത്രയും ഹ്യൂമർ സെൻസും ഭയങ്കരമായിട്ട് നമ്മൾ ചിരിച്ചു. അതായത് ഞാൻ പറയണ ഈ സീനിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ മാത്രമല്ല, നമ്മൾ വേറെ എന്തെങ്കിലും കാര്യം പറയുമ്പോഴും പുള്ളിയുടെ എന്തെങ്കിലും പറയുന്നത് ഭയങ്കര. നിങ്ങൾ ജീവിതത്തിൽ ഗോട്ട് ഡാൻസർ ആണ് അല്ലെങ്കിൽ ഗോട്ട് ഫൈറ്റർ ആണ്? ഏതാണ്? ഒരു പരിധി വരെ ഫൈറ്റ് ആയിരിക്കാം. ചില ഡാൻസ് ചില സ്റ്റെപ്സ് ഒക്കെ പറ്റുള്ളൂ. ഫൈറ്റ് എല്ലാം പറ്റുമെന്നല്ല, പക്ഷെ
കുറച്ചുകൂടെ കൂടുതൽ ഇത് പറ്റും ഫൈറ്റിൽ. വേണ്ടി വന്ന രണ്ടും. ആ രണ്ടും രണ്ടും ഡാൻസ് രണ്ടും കുറച്ച് ഫുക്രു ഡാൻസിന് ഭയങ്കര ഫാൻസ് ഉണ്ടായിരുന്നു. അതെ അതെ. മറ്റാരും കളിക്കാത്ത ഡാൻസ് ഞാൻ കളിക്കുന്നുണ്ട്. ഷാജിപ്പാപ്പന്റെ വണ്ടി ഓടിക്കാൻ ശരിക്കും ഇതിലാരാണ് ഗോഡ് ഡ്രൈവർ? അത് ഞങ്ങൾ അല്ലേ ആ എപ്പോഴും തിരിച്ചിടുന്നത് മനസ്സിടുന്നതല്ല. അത് ഭയങ്കര പ്രയാസം ഓടിക്കാൻ. പെട്ടെന്നൊരു ആവശ്യം വന്ന ഭാഗത്ത് തന്നെ വിളിക്കുന്നത്. ജയേട്ടൻ ഭയങ്കര സ്കില്ലായിട്ടൊക്കെ ഓടിച്ചു. പാലത്തിൽ വെച്ച് നമ്മുടെ കിളിയെല്ലാം പാറിപ്പോയി. പൈനാപ്പിൾ തോട്ടത്തിലേക്ക് ഇട്ട് നമ്മളെ പേടിപ്പിച്ചു. അല്ല, ജയനെ ആക്ച്വലി സമ്മതിക്കണം. വെച്ചാല് ജയന് ഡയലോഗ്സും ഉണ്ട്, അതിനിടയ്ക്ക് തിരിഞ്ഞു നോക്കി ഇവരുടെയൊക്കെ ഇത് ഓടിക്കല് ചില്ലറ പണിയല്ല. വെച്ചാൽ ഇത് ജാമുവിന്റെ കാലത്ത് ആണ് ഇവർ കണ്ടുപിടിച്ചോണ്ട് വരുന്നത്. ഓടിക്കാൻ ഫസ്റ്റ് പാർട്ടിൽ യൂസ് ചെയ്ത മെറ്റഡോർ അല്ല സെക്കൻഡ് പാർട്ടിൽ, കളർ എന്നേ ഉള്ളൂ. സെക്കൻഡ് പാർട്ടിൽ യൂസ് ചെയ്തല്ല തേർഡില്. പക്ഷെ ഇവര് കറക്റ്റ് ആയിട്ട് എന്നാ പിന്നെ ഒരു കുറച്ചെങ്കിലും ഒരു പുതിയ 2 വർഷം 5 വർഷം അല്ല കുറെ പേര് പറഞ്ഞേ ആ വണ്ടി ലെജൻഡറി ആക്കി വെച്ചിട്ട് എന്തായാലും കുറെ ഡോളറൊക്കെ കിട്ടിയതാണല്ലോ. ബിസിനസ് ഒന്ന് ജസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യായിരുന്നു. അല്ല അത് മനസ്സിലാവും ഈ സിനിമയില് എന്താ സംഭവിക്കുന്നതെന്ന്. ഡോളർ റേറ്റിലാണല്ലോ ഡീറ്റെയിൽ ചെയ്യുന്നതാണ്. അത് നമ്മള് ഇപ്പം സ്പീഡിലൊക്കെ ഞങ്ങള് കയറുന്നുണ്ട് വണ്ടിയില്. അതിപ്പോ സെക്കൻഡ് പാർട്ടിലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് സ്പീഡില്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആയിട്ട് ആദ്യമേ നോട്ട് ചെയ്ത് വെക്കണത് എവിടെ പിടിച്ചാലാണ് കൈ മുറിയാത്തതെന്ന്. അതില് ഒരുപാട് സ്ഥലത്ത് പ്രശ്നമാണ്. കൂർത്ത് നിൽപ്പുണ്ടായിരിക്കും, മറ്റേ തുരുമ്പൊക്കെ പിടിച്ചിട്ട് എന്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളത് കറക്റ്റ് ആയിട്ട് അത് കണ്ടുപിടിച്ച് വെക്കണം. അപ്പൊ അവിടെ തന്നെ പിടിച്ച് വേണം കയറാൻ, അല്ലെങ്കിൽ പണിയാ. ഓക്കെ, നിങ്ങൾ ജീവിതത്തിൽ റിഗ്രറ്റ് അടിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു റിഗ്രറ്റ് അടിച്ചിട്ടുള്ള ഒരു ഗോട്ട് വേഷം വേറൊരാൾ ചെയ്ത് ഹിറ്റായ വേഷം ഉണ്ടോ? നമുക്ക് വന്നിട്ട് നമ്മൾ ചെയ്യാൻ പറ്റാതെ അങ്ങനെയുണ്ട്. ഏതാ പറയാൻ പറ്റുന്നത്? ലീഫ് വാസു എന്ന് പറഞ്ഞ സപ്തമശ്രീ തസ്കരായാല് എനിക്ക് ഡേറ്റിന്റെ ഇഷ്യൂസ് വന്നു. ലീഫാസ് ശരിക്കും എന്നെയായിരുന്നു ആദ്യം കാസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് സിനിമ കണ്ടു കഴിഞ്ഞപ്പം, സിനിമ കാണുന്നതിന് മുമ്പ് എനിക്ക് ആ ക്യാരക്ടർ നല്ലപോലെ അറിയായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഭയങ്കര വർക്കായിരുന്നു അത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പറ്റിയില്ല. ഉണ്ടോ? ഉണ്ട്, കുറെ ഉണ്ടോ? ഇല്ല, അങ്ങനെ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള സാധനങ്ങളുണ്ടല്ലോ, നമുക്ക് വന്നിട്ട് വേറൊരാളിലേക്ക് പോയിരുന്ന സാധനമില്ല. സിനിമ മുമ്പ് വന്ന് ചെയ്യാൻ പറ്റായിരുന്നുണ്ടോ? ഇല്ല, ഞാൻ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ പറയാം. സമയം വേണം ഈ ചോദ്യത്തിന് പറയാൻ. പല ചോദ്യങ്ങൾക്കും എനിക്ക് ഉത്തരവില്ല ഇവിടെ.